വചനം മാധുര്യമാണ്. തേനിനേക്കാളും തേങ്കട്ടയേക്കാളും മാധുര്യമാണ്. മാത്രമല്ല അത് വളരെയധികം കുത്തി തുളയ്ക്കുന്നതും ആണ്. സന്ധിമഞ്ചകളെയൊക്കെ വേർപിടിപ്പിക്കും വരെ കുത്തി തുളയ്ക്കുന്ന ഇരുവായ്ത്തലയുള്ള വാളാണ് വചനം. അത് കേൾക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും അത് ഒരുപോലെ ബാധകമാണ്. ഇന്ന് വചന കേൾവിക്കായിട്ടും ആരാധനയ്ക്കായിട്ടും കടന്നു വന്നവരോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ചിലരെങ്കിലും വീഡിയോ ഓൺ ചെയ്ത് ഇരിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. പലർക്കും വീഡിയോ ഓൺ ചെയ്യുവാനുള്ള സാവകാശമില്ല. എന്നാൽ എല്ലാവരും വീഡിയോ ഓൺ ചെയ്തിരുന്നാലും ചെയ്യാതിരുന്നാലും വളരെ ശ്രദ്ധാപൂർവം വചനം ശ്രവിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. വചനം ആര് പ്രസ്താവിക്കുന്നു എന്നുള്ളതിലല്ല, എന്താണ് വചനം പറയുന്നത് എന്നുള്ള ആ ഒരു ഭക്തിയോടുകൂടെ ദൈവസന്നിധിയിൽ നമുക്ക് ആയിരിക്കാം. ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. ഇതാണ് ഇന്നത്തെ എൻ്റെ പ്രധാനപ്പെട്ട വിഷയം. പത്രോസിൻ്റെ ലേഖനം കഷ്ടതകളിലും സന്തോഷിക്കുവാൻ എന്നാണ് ഞാൻ അതിന് കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന തലക്കെട്ട്. കഷ്ടതകളിലും പാടുവാൻ എന്ന് നാം ഒരു പാട്ട് തന്നെ ഉണ്ടല്ലോ, കഷ്ടതകളിലും പാടുവാൻ നഷ്ടമതിൽ കൊണ്ടാടുവാൻ. കഷ്ടത ഒരു വിശ്വാസിക്ക് ഉണ്ട് എന്നുള്ളത് ആവർത്തിച്ച് 1-ാം അധ്യായം മുതൽ പരീക്ഷ, പരിശോധന എന്ന് പറഞ്ഞു തുടങ്ങുന്ന കഷ്ടത, അതിങ്ങനെ അവസാനത്തെ 5-ാമത്തെ അധ്യായം വരെയും ആ കഷ്ടതയിൽ ഊന്നിയുള്ള പ്രബോധനമാണ് പത്രോസ് തൻ്റെ ലേഖനത്തിലൂടെ കാഴ്ചവെക്കുന്നത്. എന്നാൽ കഷ്ടതയിൽ നിരാശപ്പെടുവാനോ താളടിയാകുവാനോ അല്ല പത്രോസ് ആഗ്രഹിക്കുന്നത്, ഈ ലേഖനത്തിലൂടെ ആഗ്രഹിക്കുന്നത്. കഷ്ടതയിലൂടെ ശാക്തീകരണം സംഭവിക്കണം. അതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ വായിച്ച ഭാഗത്ത് തന്നെ അതും കഷ്ടതയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 4-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ ക്രിസ്തു ജഡത്തിൽ കഷ്ടമനുഭവിച്ചതുകൊണ്ട് ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. ക്രിസ്തു ജഡത്തിൽ കഷ്ടമനുഭവിച്ചു. ആ മനോഭാവം, ഏത് മനോഭാവത്തിലാണ് ക്രിസ്തു ജഡത്തിൽ കഷ്ടമനുഭവിച്ചത്? ആ ഭാവം, അതേ മനോഭാവം, കഷ്ടത സഹിച്ച ആ ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ പങ്കാളിയാകുവാൻ അതേ മനോഭാവം നമ്മളിൽ ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ അധ്യായം തുടങ്ങുകയാണ്. ജഡത്തിൻ്റെ കഷ്ടം അനുഭവിക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിക്കുവാൻ കഴിയുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പാപം വിട്ടൊഴിഞ്ഞ് നമ്മൾ ജഡത്തിൽ കഷ്ടത അനുഭവിക്കണം. അതാണ് 4-ാം അധ്യായത്തിൽ പ്രധാനമായിട്ടും കാണുന്നത്. പാപം വിട്ടൊഴിഞ്ഞ് ജഡത്തിൽ കഷ്ടത അനുഭവിക്കണം. അതാണ് 2-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്. ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിൻ്റെ ഇഷ്ടത്തിനു അത്രേ ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. പാപം വിട്ടൊഴിഞ്ഞ കഷ്ടതയാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. മാത്രമല്ല അതിൻ്റെ 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, കാമാർത്ഥികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറിക്കൂത്തിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിലും നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതി. ഈ ചിന്ത നമ്മെ ഭരിക്കണം. കഷ്ടത ഇപ്രകാരം ക്രിസ്തീയ ജീവിതത്തിന് അനുയോജ്യമാക്കണം. കർത്താവ് ജഡത്തിൽ ജീവിച്ച് കഷ്ടമനുഭവിച്ച ശേഷം ആത്മാവിൽ ജീവിക്കപ്പെട്ടതുപോലെ നാമും കഷ്ടതയിലൂടെ ആത്മാവിൽ ജീവിക്കപ്പെടുന്നവരായിട്ട് കാണണം. മാത്രമല്ല ഈ കഷ്ടത അനുഭവിച്ചപ്പോൾ, കർത്താവായ യേശു ക്രിസ്തു കഷ്ടത അനുഭവിച്ചപ്പോൾ വളരെ ദുഷിക്കപ്പെട്ടു എന്നുള്ളത് വാസ്തവമാണ്. 4-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്, ദുർനടപ്പിൻ്റെ അതേ കവിച്ചിലിൽ നിങ്ങൾ അവരോട് ചേർന്ന് നടക്കാതിരിക്കുന്നത് അപൂർവമെന്ന് വച്ച്
അവർ ദുഷിക്കുന്നു. ആര്? മറ്റുള്ളവർ. ഈ പാപങ്ങളെ വിട്ടൊഴിഞ്ഞ് കഷ്ടതയിലൂടെ നാം ദൈവസന്നിധിയിലേക്ക് പോകുമ്പോൾ മറ്റുള്ളവർ നമ്മെ ദുഷിക്കും. കർത്താവായ യേശു ക്രിസ്തുവിനെയും ദുഷിച്ചു. യഹൂദന്മാരോട് ചേരാത്തതിന്, അവരുടെ കാര്യങ്ങളിൽ കീഴ്പ്പെടുത്താത്തതിന് ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ വളരെയധികം ദുഷിച്ചു. കാൽവരി ക്രൂശിലും അതനുഭവിച്ചത്. കടന്നു പോകുന്നവർ തലകുലുക്കി അവനെ ദുഷിച്ചു എന്ന് പറയുന്നു. ഇങ്ങനെ കഷ്ടത, നമ്മൾ പാപം വേർപെട്ട് ദൈവത്തിനായിട്ട് കഷ്ടത അനുഭവിക്കുമ്പോൾ പഴിയും ദുഷിയും നിന്ദയും ഒക്കെ നമുക്ക് നേരിടാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഈ ലോകമെന്ന് പറഞ്ഞാൽ എന്താണ്? യോസഫിനെ ദുഷിച്ചവരാണ്, ദാവീദിനെ ദുഷിച്ചവരാണ്, ദാനിയേലിനെ ദുഷിച്ചവരാണ്. അവരെയൊക്കെ ദുഷിച്ച ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നാമും ഇത്തരം ദുഷിയും പഴിയും ഒക്കെ കേൾക്കുവാനായിട്ടിടയാകും. ഇനി മറ്റൊരു കാര്യം ആ അധ്യായത്തിൽ പറഞ്ഞു വരുന്നത്, അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കാളികളാകും തോറും സന്തോഷിക്കുന്ന ഒരു അനുഭവം നമ്മിൽ ഉണ്ടാകണം. ഈ കഷ്ടതകളൊക്കെ നമുക്കുണ്ട്. ഈ കഷ്ടതകളിലൂടെ നാം കടന്നു പോകുമ്പോൾ സന്തോഷിക്കുന്നവരാകണം. പ്രിയമുള്ളവരെ, കഷ്ടതകൾ കർത്താവിന് വേണ്ടി അനുഭവിക്കുമ്പോൾ നാം സന്തോഷിക്കുന്നവർ ആകണം. അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. മാത്രമല്ല, നമ്മൾ കഷ്ടത അനുഭവിക്കുമ്പോൾ നമ്മിൽ ഉണ്ടാകേണ്ട ഒരു പ്രധാനപ്പെട്ട മനോഭാവമുണ്ട്. കർത്താവ് അനുവദിച്ചിട്ടാണ് ഈ കഷ്ടത അനുഭവിക്കുന്നത്. അപ്പോഴും നമുക്ക് സന്തോഷിക്കാനായിട്ട് കഴിയും. ദൈവമേ, അങ്ങറിയാതെ അല്ലല്ലോ എൻ്റെ ജീവിതത്തിൽ ഇത്തരം കഷ്ടതകൾ വരുന്നത്. അപ്പോൾ കർത്താവ് അനുവദിച്ചിട്ടാണ് ഈ കഷ്ടത നാം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. അതോർക്കുമ്പോൾ നമുക്ക് കഷ്ടത സന്തോഷമായിട്ട് തോന്നാനായിട്ടിടയാകും. മാത്രമല്ല, നാം കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ കഷ്ടതയിൽ നാം പങ്കാളികളാകുന്നു എന്നുള്ള ഒരു കൃതാർത്ഥത നമ്മിലുണ്ടാകണം. കർത്താവിന് വേണ്ടി കഷ്ടത അനുഭവിക്കുമ്പോൾ നാം ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ അല്പമായിട്ടെങ്കിലും പങ്കാളികളാകുവാനായിട്ട് കഴിയുന്നു. പൗലോസ് ഈ ലേഖനം അപ്പോസ്തല പ്രവൃത്തിയിൽ പത്രോസിനെയും യോഹന്നാനെയും ഒക്കെ പിടിച്ച് അടുപ്പിച്ച് വിട്ട് അയക്കുമ്പോൾ 5-ാം അധ്യായം 41-ാമത്തെ വാക്യത്തിൽ അവർ പറയുന്നുണ്ട്, തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിക്കുവാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചും കൊണ്ട് ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പാകെ നിന്ന് പോയി. അവരടിച്ചു, അവരുടെ ദേഹമൊക്കെ മുറിഞ്ഞു. എന്നാലും അവർക്ക് അതിലല്ല അവരുടെ ദുഃഖം. അവർ സന്തോഷിച്ചു. കർത്താവിൻ്റെ കഷ്ടതയിൽ പങ്കാളിയാകുവാൻ തക്കവണ്ണം കഴിഞ്ഞല്ലോ. കർത്താവിൻ്റെ കഷ്ടതകളിൽ ഒരു അംശമെങ്കിലും പങ്കിടുവാനായിട്ട് കഴിഞ്ഞല്ലോ. അങ്ങനെ നാം വിചാരിക്കുമ്പോൾ തീർച്ചയായിട്ടും കഷ്ടതകളിൽ നമുക്ക് സന്തോഷിപ്പാനായിട്ട് കഴിയും. മാത്രമല്ല, ഈ കഷ്ടത നമുക്ക് എന്നും ഉള്ളതല്ല. നൊടിനേരത്തേക്കുള്ള ലഘുവായ കഷ്ടം. മാത്രമല്ല, ഈ കഷ്ടതയ്ക്കെല്ലാം ഒരു അവസാനമുണ്ട്. കർത്താവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉണ്ടാകുവാൻ പോകുന്ന ഉല്ലാസം 4-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ അതാണ് നാം കാണുന്നത്. ഉല്ലാസം നമുക്കുണ്ട്. ഈ കഷ്ടതയൊക്കെ തീർന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുന്ന ഒരു ദിവസം നമുക്കുണ്ട്. അതുകൊണ്ട് നമുക്ക് ഉല്ലാസത്തോടെ ദൈവസന്നിധിയിൽ കഴിയുവാനായിട്ട് അത് നമ്മൾ ഓർക്കുമ്പോഴും നമുക്ക് ഈ കഷ്ടങ്ങളിൽ സന്തോഷിപ്പാനായിട്ട് ഇടയാകും. 14-ാം വാക്യത്തിൽ നാം വരുമ്പോൾ നാം കാണുന്നത്, നീതി നിമിത്തം കഷ്ടമനുഭവിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ. പാപം വിട്ടൊഴിഞ്ഞ് നീതിക്ക് വേണ്ടി നാം കഷ്ടമനുഭവിക്കുമ്പോൾ ദൈവം അത് ഭാഗ്യപദവിയായിട്ട് എണ്ണുകയാണ്. ക്രിസ്തുവിൻ്റെ നാമനിമിത്തം നിന്ന സഹിക്കേണ്ടി വന്നാൽ ഭാഗ്യവാന്മാർ. 4-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ അതാണ് കാണുന്നത്. തുടർന്ന് 15-16 വാക്യങ്ങളിൽ നാം കാണുന്നത്, നാം കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നത് എങ്ങനെ ആയിരിക്കരുത് എന്നവിടെ ഓർമ്മിക്കുന്നു. ബൈബിൾ കയ്യിലുള്ളവരൊക്കെ ഒന്ന് നോക്കിയാൽ ഏറ്റവും നല്ലതാണ്. നാം കഷ്ടം സഹിക്കുന്നത് എങ്ങനെ ആയിരിക്കരുത്. കൊലപാതകനായിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്. കർത്താവിന് വേണ്ടി നാം കൊലപാതകം ചെയ്യേണ്ട കാര്യമേ ഇല്ല. കർത്താവിന് വേണ്ടി നാം കള്ളം പറയേണ്ട കാര്യമേ ഇല്ല. അങ്ങനെയല്ല നാം കഷ്ടം അനുഭവിക്കേണ്ടത്. നന്മ ചെയ്തിട്ട് കഷ്ടം അനുഭവിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. 4:16 ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിക്കേണ്ട. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കുക എന്ന് പറഞ്ഞാൽ നന്മ ചെയ്തുകൊണ്ട്
നീതി നിമിത്തം കഷ്ടം അനുഭവിക്കണം. അന്യായമായിട്ട് അനുഭവിക്കുന്ന കഷ്ടതയൊന്നും അത് ക്രിസ്ത്യാനിയായിട്ട് അനുഭവിക്കുന്ന എന്ന് പറഞ്ഞാൽ ന്യായമായിട്ടുള്ള കഷ്ടങ്ങൾ, നാം ചെയ്യുന്ന പാപത്തിൻ്റെയും ഒക്കെ ഫലമായിട്ടുണ്ടാകുന്ന കഷ്ടതകൾ, അത് അത് ന്യായമായ കഷ്ടതകളാണ്. അത് ക്രിസ്ത്യാനിയായിട്ട് അനുഭവിക്കുന്ന കഷ്ടതകളല്ല. എന്നാൽ ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം അനുഭവിക്കേണ്ടി വന്നാൽ അത് ഭാഗ്യമാണ്. അത് ദൈവം അതിനായിട്ട് പ്രതിഫലങ്ങൾ നമുക്ക് നൽകും എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. എൻ്റെ ഇന്നത്തെ വിഷയത്തിലേക്ക് ഞാൻ പെട്ടെന്ന് കടന്നു വരട്ടെ. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കുക. അതിൽ പറഞ്ഞു വന്നതിന് ശേഷം താൻ ഒരു പ്രധാനപ്പെട്ട കാര്യം ദൈവജനത്തെ ഉദ്ബോധിപ്പിക്കുകയാണ്. കഷ്ടതയിൽ നമ്മൾ ശക്തരാകണം എന്നുള്ളതാണ് ഇതുകൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതും കഷ്ടതയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. 17-ാം വാക്യത്തിൽ, ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ, അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? ഇവിടെ 2 തരം ന്യായവിധികളെക്കുറിച്ചും 2 തരം പരിസമാപ്തിയെക്കുറിച്ചുമാണ് ഇവിടെ താൻ വെളിപ്പെടുത്തുന്നത്. 2 തരം ന്യായവിധി അവിടെ ഉണ്ട് അല്ലേ? ദൈവഗ്രഹത്തിലെ ന്യായവിധി, സുവിശേഷം അനുസരിക്കാത്തവരുടെ ന്യായവിധി. 2 ന്യായവിധികൾ, അവരുടെ 2 അവസാനം അല്ലേ? 2 തരം അവസാനം. നീതിമാന്റെ അവസാനം, അല്ലെങ്കിൽ വിശ്വാസികളുടെ അവസാനം, പാപികളുടെ അവസാനം. ഇങ്ങനെ 2 പ്രധാനപ്പെട്ട ന്യായവിധികളും 2 പ്രധാനപ്പെട്ട അവരുടെ പരിസമാപ്തിയും കുറിച്ചാണ് ഈ വായിച്ച വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ദൈവഗ്രഹത്തിലെ ന്യായവിധി, സുവിശേഷം അനുസരിക്കാത്തവരുടെ ന്യായവിധി, നീതിമാന്റെ അല്ലെങ്കിൽ വിശ്വാസികളുടെ അവസാനം, പാപിയുടെ അവസാനം. ഈ കാര്യങ്ങളും കഷ്ടതയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് പത്രോസ് ഇവിടെ എഴുതുന്നത്. ദൈവജനത്തിനും അല്ലാത്തവർക്കും ഉണ്ടാകുന്ന മറ്റൊരു തരത്തിലുള്ള ആ കഷ്ടതയെ പത്രോസ് ഇവിടെ താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് ഈ കാര്യം ഇവിടെ പ്രസ്താവിക്കുന്നത്. ഈ കഷ്ടത ക്രിസ്തു നിമിത്തം അനുഭവിക്കുന്ന കഷ്ടതയല്ല ഇവിടെ പറയുന്ന കഷ്ടത. ഈ ന്യായവിധി എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തു നിമിത്തം അനുഭവിക്കുന്ന കഷ്ടതയല്ല. ഈ കഷ്ടത ഇവിടെ കൊടുത്തിരിക്കുന്ന വാക്കെന്താണ്? കഷ്ടത എന്നല്ല, ജഡ്ജ്മെന്റ്, ന്യായവിധി എന്നാണ്. ഈ കഷ്ടതയെ കൊടുത്തിരിക്കുന്ന വാക്ക് അതാണ്, ന്യായവിധി. അത് പ്രത്യേകം നമ്മൾ കുറിക്കൊള്ളണം. സഫറിങ് അല്ല, ഫയറി ട്രയൽ അല്ല, പരീക്ഷയോ അല്ലെങ്കിൽ പരിശോധനയോ ഒന്നും അല്ല ഈ കഷ്ടത. ഈ കഷ്ടതയ്ക്ക് അവിടെ കൊടുത്തിരിക്കുന്നത് ന്യായവിധി എന്നാണ്, ന്യായവിധി. അപ്പോൾ ദൈവഗ്രഹത്തിലെ ന്യായവിധി, ദൈവഗ്രഹത്തിലെ ന്യായവിധി, ന്യായവിധിയുടെ ശാക്തീകരണമാണ്, അല്ലെങ്കിൽ കഷ്ടതയുടെ ശാക്തീകരണമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ദൈവഗ്രഹത്തിലെ ന്യായവിധി. എന്താ ദൈവഗ്രഹം? ദൈവഗ്രഹം എന്ന് പറയുന്നത് ഏതാണ്? അങ്ങനെ ഒരു ഗ്രഹമുണ്ടോ? ദൈവഗ്രഹം എന്നുള്ളത് ദൈവസഭയെ കാണിക്കുന്ന, ചർച്ച് ഓഫ് ഗോഡ്, യൂണിവേഴ്സൽ ചർച്ച് എന്ന് വേണമെങ്കിലും പറയാം. പ്രാദേശിക സഭയായിട്ട് കണക്കാക്കുന്നത് കൊണ്ടും തെറ്റില്ല. ദൈവഗ്രഹം, അത് ആണ് ദൈവഗ്രഹം എന്ന് പറയുന്നത്. ചർച്ച് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സഭ, അതാണ് ദൈവഗ്രഹം. അപ്പൊ ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ എന്ന് പറഞ്ഞാൽ എന്താ അത് ഇവിടെ മനസ്സിലാക്കേണ്ടത്? ദൈവത്തിൻ്റെ സഭയിൽ ന്യായവിധി ആരംഭിപ്പാൻ സമയമായി. ഈ പദം സമാഗമന കൂടാരത്തോടുള്ള ബന്ധത്തിലും ഈ ദൈവഗ്രഹം എന്നുള്ള പദം നമുക്ക് കാണാനായിട്ട് കഴിയും. ഒയ്ക്കോസ്, കോസ്, അത് സമാഗമന കൂടാരത്തിന് കൊടുത്തിരിക്കുന്ന ആ പദമാണ്. ദൈവഗ്രഹം എന്നുള്ള ഒരു പേര് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെ ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. ഇറ്റ് ഈസ് ടൈം ഫോർ ജഡ്ജ്മെന്റ്. അവിടെ രണ്ടാമത് ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ദൈവജനം ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ ഉള്ള ന്യായവിധി, അതാണ് ദൈവഗ്രഹത്തിലെ ന്യായവിധി. ദൈവജനം ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ ഉള്ള ന്യായവിധി, അത് സമയമായല്ലോ. എപ്പോഴാ സമയമായല്ലോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആണ് സമയം. ഈ സമയത്തെക്കുറിച്ച് ചിന്തിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഇവിടെ സമയമായല്ലോ എന്ന് പറയുന്നത് പെന്തക്കോസ്ത് നാൾ മുതൽ ദൈവജനത്തിൻ്റെ ഉത്പ്രാപണം വരെയുള്ള കാലയളവിനെയാണ് ഇവിടെ സമയം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സമയമായല്ലോ, ആ സമയമായല്ലോ എന്ന് പറയുന്നത് ഈ നാളിനെ കുറിച്ച് മാത്രമല്ല, കർത്താവായ യേശു ക്രിസ്തു പെന്തക്കോസ്ത് നാൾ മുതൽ
ആ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന നാൾ മുതൽ തുടർന്നുകൊണ്ടിരിക്കുന്ന സമയ കാലയളവിനെയാണ് സമയമായല്ലോ എന്നുള്ളത് കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇതിന് കുറച്ചുകൂടെ മനസ്സിലാക്കണമെങ്കിൽ കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം 6:12 ഇങ്ങനെ ഒരു പ്രയോഗമുണ്ട്. ഇപ്പോൾ ആകുന്നു സുപ്രസാദ കാലം, ഇപ്പോൾ ആകുന്നു രക്ഷാദിവസം. നൗ ഈസ് അക്സെപ്റ്റഡ് ടൈം, നൗ ഈസ് ദ ഡേ ഓഫ് സാൽവേഷൻ. ഇതെപ്പോഴാ? ഈ സമയം. ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ഇതേത് സമയമാണ്? ഈ കൃപാകാലയളവിനെയാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ സമയം. ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ എന്ന് പറയുമ്പോൾ ഈ കൃപാകാലയളവിലുണ്ടാകുന്ന ദൈവത്തിൻ്റെ ന്യായവിധി അത് സഭയിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നല്ല, ഉണ്ട്. ഈ ന്യായവിധിയെക്കുറിച്ച് വളരെ ഭയത്തോടു കൂടെ മാത്രമേ എനിക്കും പഠിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ. കഴിഞ്ഞ കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഒരു പരസ്യ യോഗ ശുശ്രൂഷയ്ക്ക്, അത് പരസ്യ സ്ഥലത്ത് ക്രമീകരിച്ച സുവിശേഷ യോഗം കഴിഞ്ഞ മാർച്ചിലാണെന്ന് തോന്നുന്നു, മാർച്ചിലോ ഫെബ്രുവരിയിലോ ആണ്. അവിടെ പ്രസംഗിപ്പാനായിട്ട്, സുവിശേഷം അറിയിപ്പാനായിട്ട് വിളിച്ചപ്പോൾ അവിടുത്തെ സംഘാടകർ പറഞ്ഞു, പൊതുസ്ഥലത്ത് പലരും ചേർന്ന് നടത്തുന്ന ഒരു സുവിശേഷ യോഗമായിരുന്നു, സാറേ ഈ പ്രാവശ്യം ന്യായവിധിയെക്കുറിച്ച് സംസാരിക്കണം. കാരണം ഞാൻ അങ്ങനെ ന്യായവിധി പ്രധാനമായിട്ട് കണക്കാക്കി ഒരു സുവിശേഷ യോഗങ്ങളിലും പ്രസംഗിക്കാറില്ല. ന്യായവിധി ടച്ച് ചെയ്യാറുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹം ആയിരിക്കും പ്രധാനമായിട്ടും സുവിശേഷ യോഗങ്ങളിൽ എൻ്റെ വിഷയം. അതുകൊണ്ട് അവർ ഈ പ്രാവശ്യം പറഞ്ഞു, സാറേ ന്യായവിധിയെക്കുറിച്ച് സംസാരിക്കണം. അയ്യോ, അതെങ്ങനെ? പേടിപ്പിച്ച് ആൾക്കാരെ രക്ഷയിലേക്ക് കൊണ്ടുവരുന്ന പരിപാടിയാണോ ഈ ന്യായവിധി? തീർച്ചയായിട്ടും ന്യായവിധി ഉണ്ട്, അത് നമ്മൾ പ്രസംഗിക്കണം. പരിശുദ്ധാത്മാവ് അത് നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഒക്കെ ബോധം വരുത്തുന്ന ആ പരിശുദ്ധാത്മാവാണ്, അത് നമ്മൾ പറയേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ഞാൻ ചിന്തിച്ചു, ശരി, ന്യായവിധിയെക്കുറിച്ച് പ്രസംഗിക്കാം. അങ്ങനെ ന്യായവിധിയെക്കുറിച്ച് നോക്കിയപ്പോൾ ബൈബിളിൽ ഒരുപാട് ന്യായവിധികളുണ്ട്. ക്രൂശിലെ ന്യായവിധി, അതൊരു ന്യായവിധിയാണ്. ക്രൂശിലെ ന്യായവിധി. രണ്ടാമത് ഞാൻ നോക്കിയപ്പോഴാണ് ഈ ഭാഗം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. വിശ്വാസികളുടെ ഈ ലോകത്തിലുള്ള ന്യായവിധി, അത് സ്വമേധയാ നാം ഉണ്ടാക്കി വെക്കുന്ന ന്യായവിധി. പിന്നെ മറ്റൊരു ന്യായവിധിയുണ്ട്, ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിങ്കലുള്ള വിശ്വാസികളുടെ പ്രവർത്തികൾക്കുള്ള ന്യായവിധി, പ്രവർത്തികളുടെ വിസ്താരം, ന്യായവിസ്താരം. ന്യായവിധി എന്നുള്ളതിനേക്കാൾ ന്യായവിസ്താരം. ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിങ്കലുള്ള വിശ്വാസികളുടെ പ്രവർത്തികൾക്കുള്ള ന്യായവിസ്താരം. മറ്റൊരു ന്യായവിധിയെക്കുറിച്ച് എനിക്ക് മത്തായി സുവിശേഷത്തിൽ 25-ാം അധ്യായത്തിൽ കാണാനായിട്ട് കഴിഞ്ഞത്, ജാതികൾക്കുള്ള പ്രത്യേകമായ ഒരു ന്യായവിസ്താരം, ന്യായവിധി, ജാതികൾക്കുള്ള ന്യായവിധി. ഇനി ഇസ്രയേലിന് മാത്രമായിട്ട് ന്യായവിധിയുണ്ട്, ഇസ്രയേലിന് മാത്രമായിട്ടുള്ള ന്യായവിധി. അത് യെഹെസ്കേലിന്റെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 30 മുതലുള്ള വാക്യങ്ങളിൽ ഈ ഇസ്രയേൽ ഗ്രഹത്തിന് പ്രത്യേകമായിട്ടുള്ള ന്യായവിധിയെക്കുറിച്ച് പറയുന്നുണ്ട്. ആറാമത് മറ്റൊരു ന്യായവിധിയെക്കുറിച്ച് യൂദയുടെ പുസ്തകത്തിലും പത്രോസിന്റെ 2-ാമത്തെ ലേഖനത്തിലും കാണുന്നുണ്ട്, ദൂതന്മാർക്കുള്ള ന്യായവിധി. ഓ, ദൂതന്മാർക്കും ഉണ്ടോ ന്യായവിധി? ഉണ്ട്. അവരെ പലരെയും ചങ്ങലക്കിട്ടിരിക്കുക. ദൈവത്തിന്റെ വാക്ക് അനുസരിക്കാതെ ദൈവവഴി വിട്ടുപോയ ദൂതന്മാർക്കും ഉണ്ട് ന്യായവിധി. ഇനി മറ്റൊരു ന്യായവിധിയുണ്ട്, അതാണ് വെള്ളസിംഹാസനത്തിന് മുമ്പാകെയുള്ള അന്ത്യന്യായവിധി. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 11 മുതലുള്ള വാക്യങ്ങളിൽ ആ ന്യായവിധിയെക്കുറിച്ചും കാണുവാനായിട്ടിടയാണ്. ഇങ്ങനെ ഈ ന്യായവിധിയെക്കുറിച്ച് ഞാൻ പ്രസംഗിപ്പാനായിട്ട് തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു, ഇതിൽ ഏറ്റവും നല്ല ന്യായവിധി ഏതാണ്? മനുഷ്യർക്ക് ഏറ്റവും പ്രയോജനപ്പെട്ട ന്യായവിധി എന്ന് പറയുന്നത് ക്രൂശിലെ ന്യായവിധി. ക്രൂശിലെ ന്യായവിധി, ആ ന്യായവിധിയാണ് പ്രധാനമായിട്ടും എനിക്ക് ആ യോഗങ്ങളിൽ പ്രസംഗിപ്പാനായിട്ടിടയാണ്. പ്രിയമുള്ളവരെ, ക്രൂശിലെ ന്യായവിധി എന്ന് പറയുന്നത് തൻ്റെ പാപങ്ങൾക്കുള്ള ന്യായവിധിയല്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാപങ്ങൾക്കുള്ള ന്യായവിധി ആയിരുന്നില്ല, മനുഷ്യവർഗത്തിന്റെ പാപപരിഹാരത്തിന് വേണ്ടിയുള്ള ന്യായവിധിയായിരുന്നു, നമുക്ക് വേണ്ടി ഉള്ള ന്യായവിധി. പ്രിയമുള്ളവരെ, ഇവിടെ ദൈവഗ്രഹത്തിലെ ന്യായവിധി, ദൈവഗ്രഹത്തിന് ന്യായവിധി ഉണ്ട്. അത് ഈ ഭൂമിയിൽ വെച്ചുള്ള ന്യായവിധിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നാം റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല.
ആ ശിക്ഷാവിധി എന്ന് പറയുന്നത് ആത്മാവിലുള്ള ശിക്ഷാവിധിയാണ്. ആത്മാവിലുള്ള ശിക്ഷാവിധി ക്രിസ്തുയേശുവിലായി തീർന്നവർക്ക് ഇല്ല. എന്നാൽ ഈ ഭൂമിയിൽ വെച്ച് ന്യായവിധി ഉണ്ട്, ന്യായവിധിയാകുന്ന കഷ്ടത. ഈ കഷ്ടത ഒരു പ്രത്യേക കഷ്ടതയാണ്. മറ്റു ലേഖനകാരന്മാരൊന്നും ഈ കഷ്ടതയെക്കുറിച്ച് അങ്ങനെ അധികം പറഞ്ഞതായിട്ട് ഞാൻ കാണുന്നില്ല. ന്യായവിധിയാകുന്ന കഷ്ടത. ഈ കഷ്ടത എന്ന് പറയുന്നത് നമ്മുടെ അനുസരണക്കേടിനും പാപത്തിനും ലഭിക്കുന്ന ഒരു ന്യായവിധിയാണ്. അത് ഈ ഭൂമിയിൽ വെച്ച് തന്നെ അനുഭവിക്കേണ്ടി വരുന്ന ഒരു ശാരീരിക കഷ്ടത തന്നെയാണ് ഈ ന്യായവിധി. ഈ ന്യായവിധി നമുക്ക് ഈ പുതിയ നിയമത്തിൽ മാത്രമല്ല, പഴയ നിയമ കാലഘട്ടത്തിലും ഭക്തന്മാരൊക്കെ ഈ ന്യായവിധിയിലൂടെ കടന്നുപോയിട്ടുണ്ട്. നമുക്കറിയാം, വലഞ്ഞുപോയ നീതിമാൻ എന്നറിയപ്പെടുന്ന ലോത്ത്, അല്ലേ? ലോത്ത് ഈ ലോകത്തിന്റെ സുഖം തേടി ഈ സോദോം ഗോമോറ പ്രദേശങ്ങളിലേക്ക് പോയി. എന്തുപറ്റി? ദൈവത്തിന്റെ ന്യായവിധി ഏറ്റുവാങ്ങേണ്ടി വന്നു. അവിടെ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു, അല്ലേ? എല്ലാം ഇട്ടെറിഞ്ഞ് അവിടെ നോടേണ്ടി വന്നു, കഷ്ടിച്ച് രക്ഷപ്പെട്ടു. മിര്യാം മോശയ്ക്ക് എതിരായിട്ട് പിറുപിറുക്കുകയും മത്സരിക്കുകയും ചെയ്തു. മിര്യാമിന്റെ ജീവിതത്തിലും കുഷ്ഠം കടന്നു വന്നു. അത് ന്യായവിധിയാണ്, ദൈവഗ്രഹത്തിൽ സംഭവിച്ച ന്യായവിധിയാണ് മിര്യാമിന് ഉണ്ടായ ആ കുഷ്ഠം. മോശ പ്രാർത്ഥിച്ചു, മിര്യാം അനുതപിച്ചു, ആ കുഷ്ഠം മാറി. 7 ദിവസം പാളയത്തിന് പുറത്ത് ആ ക്വാറന്റൈനിൽ കഴിയേണ്ടിയും വന്നു. മിര്യാം അങ്ങനെ ഈ ന്യായവിധിയിലൂടെ കടന്നു പോയിട്ടുണ്ട്. വളരെ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായ ദാവീദ് ഈ ന്യായവിധിയിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. ഏകദേശം 1 വർഷക്കാലം രക്ഷയുടെ സന്തോഷം ഇല്ലാത്തവനായി തീർന്നു. പാപത്തിന്റെ പരിണിത ഫലമായ തൻ്റെ മകൻ തൻ്റെ മകന്റെ ജീവൻ പോലും എടുക്കേണ്ടിയും വന്നു ദൈവം. അതും ദാവീദിന്റെ ജീവിതത്തിൽ സംഭവിച്ച ന്യായവിധി തന്നെയാണ്. വ്യക്തികളുടെ ജീവിതത്തിൽ മാത്രമല്ല, അത് കൂട്ടായിട്ടും ഇങ്ങനെയുള്ള ന്യായവിധി ദൈവം കാലാകാലങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ദൈവഗ്രഹത്തിൽ. മോശ ന്യായപ്രമാണം വാങ്ങുന്നതിന് വേണ്ടി ആ സീനായി മലമുകളിലേക്ക് കടന്നുപോയപ്പോൾ കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിനെ നമസ്കരിച്ച ജനതയ്ക്ക് ഉണ്ടായി ന്യായവിധി. ആ ദിവസം വാളുകൊണ്ട് വെട്ടപ്പെട്ടു. 3000 പേരാണ് വീണുപോയത്. ആ സന്ദർഭത്തിൽ 3000 പേർ. ഏലി പുരോഹിതന്റെ കാലഘട്ടത്തിലും ഉണ്ടായി ന്യായവിധി, ഇല്ലേ? പെട്ടകം പിടിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, അന്നും 3000 പേര് ഇസ്രായേൽ ജനം വീണു. ആ ഏലി പുരോഹിതൻ മരിച്ചു, 2 മക്കൾ മരിച്ചു, 1 മരുമകൾ മരിച്ചു. ഇപ്പൊ പഴയ നിയമ കാലഘട്ടത്തിലും എന്തുണ്ടായിട്ടുണ്ട്? ഇത്തരത്തിലുള്ള ന്യായവിധികൾ ഉണ്ടായിട്ടുണ്ട്. പുതിയ നിയമ കാലഘട്ടത്തിലും പല ന്യായവിധികൾ ഉള്ളത് നമുക്ക് രേഖപ്പെടുത്തി കിട്ടിയിട്ടുണ്ട്. അനന്യാസിനും സഫീറയും നേരിട്ട ന്യായവിധി, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചതിനാൽ ദൈവത്തിന്റെ ന്യായവിധി ആ കുടുംബത്തിൽ കടന്നു വന്നു. അവർ ഈ ലോകം വിട്ട് മാറ്റപ്പെട്ടു. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1 ലേഖനം 5 അധ്യായത്തിലെ ഒരു അധാർമികതയിലൂടെ കടന്നുപോയ ഒരു വ്യക്തിക്കുണ്ടായ ന്യായവിധി സാത്താനെ ഏൽപ്പിച്ചു. അതും ദൈവത്തിന്റെ ന്യായവിധി തന്നെയാണ്. പ്രിയമുള്ളവരെ, ഇത് ഭയപ്പെടുത്തുവാനായിട്ട് പറയുന്നതല്ല. നാം പാപം വിട്ടൊഴിഞ്ഞ് ജീവിക്കേണ്ടത് ആവശ്യമാണ്. ഇന്നും ഇത്തരത്തിലുള്ള ന്യായവിധികൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ ന്യായവും എല്ലാ കാലത്തും ഒരുപോലെ തന്നെയാണ്. ഇന്ന് കൃപായുഗമാണെങ്കിലും ആ കൃപ അനുഭവിക്കുന്ന നാം ആ കൃപ വിട്ട് പാപത്തിന്റെ വഴികളിലേക്ക് പോകുമ്പോൾ ദൈവത്തിന്റെ ന്യായവിധി ദൈവഗ്രഹത്തിൽ ഉണ്ടാകും എന്നുള്ളതിന് സംശയം. ഇവിടെ പത്രോസ് പറയുന്ന എടുത്തു പറയുന്നതിന് ഒരു പ്രത്യേക പദം എന്നെ വളരെയധികം ചിന്തിപ്പിച്ചു. എന്താണെന്നറിയാമോ? അത് നമ്മിൽ തുടങ്ങിയാൽ, ഇഫ് ഇറ്റ് ഫസ്റ്റ് ബിഗിൻ അറ്റ് അസ്, നമ്മിൽ തുടങ്ങിയാൽ ദൈവഗ്രഹത്തിൽ ന്യായവിധി ആരംഭിപ്പാൻ സമയമായി എന്ന് പറഞ്ഞ സമയം ഈ സമയം അത് നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ അത് നമ്മിൽ തുടങ്ങിയാൽ, അവിടെയാണ് നാം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഈ നമ്മിൽ എന്ന് പറയുമ്പോൾ അവിടെ പത്രോസിനെ ഒഴിച്ചു നിർത്തിയില്ല. പത്രോസിനെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് പത്രോസ് പറയുകയാണ്, അത് നമ്മിൽ തുടങ്ങിയാൽ എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്?
നാം അതിൽ നിന്ന്, ഞാൻ അതിൽ നിന്ന്, നാം ഓരോരുത്തരും അതിൽ നിന്ന് ഒഴികഴിവുള്ളവരല്ല. നമ്മെ ഇതിൽ നിന്നും മാറ്റി നിർത്തിയിട്ടില്ല. ദൈവഗ്രഹത്തിൽ ന്യായവിധി ആരംഭിപ്പാൻ സമയമായല്ലോ. അത് നമ്മിൽ തുടങ്ങിയാൽ ഇത്തരം ന്യായവിധി നേരിടേണ്ടി വരുന്നത് ദൈവസഭയ്ക്കാണ്. അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു വ്യക്തിയിൽ ആയിരിക്കും അല്ലെങ്കിൽ ആ ന്യായവിധി ഉണ്ടാകുന്നതെങ്കിലും അത് ദൈവഗ്രഹത്തിന് ഉണ്ടാകുന്ന ന്യായവിധിയാണ്. അത് നാം പ്രത്യേകമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ന്യായവിധി പൂർണ്ണമായിട്ടും അത് ഈ വിശ്വാസികൾക്ക് ഈ ഭൂമിയിൽ വെച്ചുള്ള ആ ന്യായവിധിയാണ്. എന്നാൽ അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോഴുള്ള കഷ്ടതകൾക്കുപരി അവർക്കുണ്ടാകുന്ന ന്യായവിധി, അന്തിമ ന്യായവിധി ആ വെള്ളസിംഹാസനത്തിന്റെ മുമ്പാകെ പിന്നീട് അവർക്ക് ലഭിക്കേണ്ടി വരും എന്നുള്ളതാണ്. ദൈവജനത്തെ ദൈവം ആദ്യം ന്യായം വിധിക്ക് വിധേയരാക്കുന്നു. ദൈവജനത്തെയാണ് ദൈവം ആദ്യം ന്യായവിധിക്ക് വിധേയരാക്കുന്നത്. അത്തരം ന്യായവിധിയിലൂടെ കടന്നു പോകുന്നവരാണോ നാം എന്ന് നമ്മൾ പ്രത്യേകം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്, പരിശോധിക്കണം. അത് നമുക്ക് തന്നെ അറിയാനായിട്ട് കഴിയും. രക്ഷയുടെ സന്തോഷം നമ്മിൽ ഉണ്ടോ? രക്ഷയുടെ സന്തോഷം ഇല്ലാതായി പോയിട്ടുണ്ടെങ്കിൽ നാം ദൈവത്തിന്റെ ന്യായവിധിക്ക് വിധേയരായിക്കൊണ്ടിരിക്കുകയാണ്. ദൈവവുമായുള്ള കൂട്ടായ്മ ബന്ധത്തിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നാം ദൈവികമായ ന്യായവിധിക്ക്, ദൈവഗ്രഹത്തിലെ ന്യായവിധിക്ക് വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് നാം പ്രത്യേകമായിട്ട് ചിന്തിക്കണം. നാം ഓരോരുത്തരും ഇന്ന് ചിന്തിക്കുക, ഈ ന്യായവിധിക്ക് നമ്മൾ വിധേയരായിക്കൊണ്ടിരിക്കുകയാണ്. മാനസാന്തരപ്പെടണം, യഥാസ്ഥാനപ്പെടണം. ഇതിൽ നിന്ന് നമുക്ക് പൂർണ്ണമായിട്ട് ഒരു മോചനം ലഭിക്കും. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ പല രോഗികളെയും സൗഖ്യമാക്കിയിട്ടുണ്ട്. പലയിടത്തും കർത്താവായ യേശു ക്രിസ്തു പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമുണ്ട്. എന്താണെന്നറിയാമോ? ഈ രോഗികളുടെ അടുത്ത് നീ എഴുന്നേറ്റ് നടക്ക, അല്ലെങ്കിൽ നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു എന്നല്ല പറയുന്നത്. നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു, ഇനി പാപം ചെയ്യരുത്. എന്തിനാ രോഗസൗഖ്യം കൊടുക്കുമ്പോൾ ഇങ്ങനെ കർത്താവ് പറയുന്നത്? നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു, ഇനി പാപം ചെയ്യരുത്. മത്തായി സുവിശേഷം 9:2, മർക്കോസ് സുവിശേഷം 2:5, ലൂക്കോസ് 5:20. അവിടെ നിങ്ങൾ കാണുന്ന ഒരു പക്ഷപാതക്കാരനെ സൗഖ്യമാക്കുന്നതാണ് അല്ലേ? അവിടെ പറയുന്നുണ്ട്, ആ വീട്ടിൻ്റെ കുറിയുടെ മുകളിലൂടെ ഇറക്കി വെച്ച പക്ഷപാതക്കാരനെ സൗഖ്യമാക്കുമ്പോൾ പറയും, നിന്റെ പാപം മോചിച്ചു തന്നിരിക്കുന്നു, നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു എന്നല്ല, നിന്റെ പാപം മോചിച്ചു തന്നിരിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 5:14 നമ്മൾ ബെഥസ്ദ കുളക്കരയിൽ കിടക്കുന്ന ആ 38 വർഷം കിടന്ന ആ പക്ഷപാത രോഗിയെയും സൗഖ്യമാക്കിയതിനു ശേഷം ദൈവാലയത്തിൽ വെച്ച് ആ പക്ഷപാതക്കാരൻ സൗഖ്യമായവനെ കണ്ടു. നല്ല കാര്യമാണ്, അവൻ സൗഖ്യമായിട്ട് ദൈവാലയത്തിൽ വെച്ച് കണ്ടു എന്നുള്ളത് ഏറ്റവും മാതൃകാപരമാണ്. എന്നാൽ ദൈവം അവനെ ഉദ്ബോധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. യോഹന്നാൻ സുവിശേഷം 5-ാം വാക്യത്തിൽ, അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത്. അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത്. പ്രിയമുള്ളവരെ, നാം പാപത്തിൽ നിന്നും മോചിതരായവരാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ ന്യായവിധിയാൽ, ആ അനേകമായ കഷ്ടാനുഭവങ്ങളാൽ നാം ആ പാപത്തിന്റെ പരിഹാരം നമുക്ക് ലഭിച്ചതാണ്. എന്നാൽ ദൈവം നമ്മോട് ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, കൃപായുഗത്തിൽ അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത്. ഇതാണ് ദൈവഗ്രഹത്തിലെ ന്യായവിധി. ഞാൻ പറയുന്നത് എല്ലാ രോഗങ്ങളെല്ലാം അങ്ങനെയുള്ള ന്യായവിധി എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അത് മുഖാന്തരവും പാപ മുഖാന്തരവും രോഗങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട്. അത് നാം മറന്നു പോകരുത്. എന്നാൽ എല്ലാ രോഗവും പാപനിമിത്തമെന്ന് ഞാൻ പറയുന്നില്ല. ഈ കോവിഡ് കാലഘട്ടം കടന്നു പോവുകയാണല്ലോ. പലരും വിചാരിക്കും ഈ കോവിഡ് കാലമായതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ പറയുന്നതെന്ന്. ഈ കോവിഡ് കടന്നു വന്നത് അത്തരത്തിലുള്ള ന്യായവിധി എന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ ഈ കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിൽ ക്വാറന്റൈനിലായിരുന്നപ്പോഴാണ് പത്രോസിന്റെ 1-2 ലേഖനങ്ങൾ എനിക്ക് അല്പം വിശദമായിട്ട് ധ്യാനിപ്പാനും പഠിപ്പാനായിട്ട്. പ്രിയമുള്ളവരെ, ന്യായവിധി അത് പാപം നിമിത്തം ഉണ്ടാകുന്ന, ദൈവമക്കളിൽ ഉണ്ടാകുന്ന ന്യായവിധിയാണ് ദൈവഗ്രഹത്തിലെ ന്യായവിധി. നമ്മൾ അങ്ങനെയുള്ള ന്യായവിധിക്ക് പലപ്പോഴും വിധേയരായിട്ടുണ്ട്. ഞാനും വിധേയരായിട്ടുണ്ട്.
കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 11 അധ്യായം അതിന്റെ 23 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്തൃമേശയെക്കുറിച്ച്, തിരുവത്താഴത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പൗലോസ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അത് ശരിയായ തരത്തിൽ പ്രമാണിക്കാതിരുന്നാൽ ന്യായവിധി ഉണ്ടാകും. അവിടെ ശിക്ഷാവിധി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 11:28 തന്നെത്താൻ ശോധന ചെയ്യാതെ, കർത്താവിന്റെ ശരീരത്തെ വിവേചിക്കാതെ, മരണത്തെ പ്രസ്താവിക്കാതെ, പരസ്പര സ്നേഹവും കൂട്ടായ്മയും ഇല്ലാതെ അനുഷ്ഠിച്ചാൽ ബലഹീനത, രോഗം, മരണം എന്നീ ന്യായവിധികൾ, ശിക്ഷാവിധികൾ സംഭവിക്കും. അവിടെ പറഞ്ഞ ഇങ്ങനെ ഒരു പ്രത്യേക പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. തനിക്ക് തന്നെ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നാം എത്രത്തോളം ഭക്തിയോടുകൂടെ ചെയ്യേണ്ട കാര്യമാണ് കർത്തൃമേശ തിരുവത്താഴം. അവിടെ പറയുന്നത് കാര്യം തനിക്ക് തന്നെ ശിക്ഷാവിധി. അത് ദൈവഗ്രഹത്തിൽ ഉണ്ടാകുന്ന ന്യായവിധിയാണ്. ശരിയായ തരത്തിൽ അതിൽ പങ്കെടുക്കാതെ, അതിൽ നിന്ന് അനുഭവിക്കാതെ, അതിനെ നിസ്സാരമായി കണ്ടുകൊണ്ട് മനസ്സിൽ ഈർഷ്യയും പകയും പിണക്കവും വൈരാഗ്യവും അസൂയയും അഹങ്കാരവും ഒക്കെ മനസ്സിൽ വച്ചിട്ട് വന്ന് അതിൽ പങ്കെടുക്കുന്നത് ശിക്ഷാവിധിക്ക് കാരണമാകും എന്ന് വ്യക്തമായിട്ട് അവിടെ പറയുന്നു. തനിക്ക് തന്നെ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ദൈവഗ്രഹത്തിൽ ആ ന്യായവിധി അതിലൂടെ വരുവാൻ സാധ്യതയുണ്ട്. അതിനാൽ ദൈവഗ്രഹത്തിൽ ന്യായവിധി ഉണ്ട് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പ്രിയമുള്ളവരെ, ഈ കോവിഡ് കാലം അങ്ങനെ ഒരു ന്യായവിധിയെന്നും ഞാൻ പറയുന്നില്ല, എങ്കിലും അല്പമായിട്ട് നാം അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് ആവശ്യമുണ്ട്. നാം സഭാകാളുകളിൽ അല്ലെങ്കിൽ ദൈവമക്കളുടെ വീടുകളിൽ ഒക്കെ സുവിശേഷ പ്രവർത്തനത്തിനായിട്ടൊക്കെ മറ്റു സ്ഥലങ്ങളിൽ ഒരുമിച്ച് കൂടിയിട്ട് കടന്നുപോയിട്ട് എത്ര കാലങ്ങളായി നാം ചിന്തിക്കണം. ഒരു പരിവർത്തനം നാം ആദ്യത്തെ കോവിഡ് കാലഘട്ടത്തിൽ നടന്ന ബൈബിൾ ക്ലാസ്സുകളിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ ചിത്രശലഭം ഹ്യൂപ്പയിൽ നിന്നും ഇങ്ങനെ വിടർന്നു വരുന്ന രൂപാന്തരം സംഭവിക്കുന്ന ആ ചിത്രശലഭം, അതുപോലെ ഒരു രൂപാന്തരണം നമുക്കും ആവശ്യമാണെന്ന് ഈ കോവിഡ് കാലഘട്ടത്തിലും ദൈവം നമ്മെ ഓർപ്പിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം. തിരുവത്താഴ ശുശ്രൂഷയും ഒക്കെ അനുഷ്ഠിക്കുമ്പോൾ ഭിന്നതയും ഒക്കെ മറന്നുകൊണ്ട്, തന്നെ ശോധന ചെയ്തുകൊണ്ട്, കർത്താവിൻ്റെ ശരീരം എന്തിനു വേണ്ടി തകർക്കപ്പെട്ടു, ആ ശരീരത്തെ വിവേചിച്ചുകൊണ്ട് ശരിക്കും നാം അതൊക്കെ ഭാഗവാക്കുകളാകാതിരുന്നോ എന്ന് നാം ഈ സമയം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നാം ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ടെങ്കിലും ദൈവത്തെ ആരാധിക്കുകയും ദൈവവചനം ശ്രവിക്കുകയും ചെയ്യുന്നു. എന്നാൽ നമ്മിൽ തന്നെ ഒരു രൂപാന്തരണം സംഭവിക്കേണ്ടത് ആവശ്യമാണ്. സംശയം വേണ്ട, അത് നാം തന്നെ ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. ഹബക്കൂക്ക് പ്രവചനം അതിൻ്റെ 2-ാം അധ്യായം 17-ാം വാക്യത്തിൻ്റെ അവസാനമാണെന്ന് ഇങ്ങനെ ഒരു ജാതികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടല്ലേ, അവരുടെ ദൈവം എവിടെ? പ്രിയമുള്ളവരെ, അങ്ങനെ ചോദിക്കേണ്ട ഒരു അവസരത്തിലേക്ക് നാം എത്തിച്ചേർന്നു. അവരുടെ ദൈവം എവിടെ? അതേ പ്രവചനത്തിൽ തന്നെ 2-ാം അധ്യായം 12-13 വാക്യങ്ങളിലുണ്ട്. എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കലേക്ക് തിരുവിൻ. സമയം അതിക്രമിച്ചു പോയിട്ടില്ല. ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കലേക്ക് തിരുവിൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. വസ്ത്രങ്ങളെ അല്ല, ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരുവിൻ. വസ്ത്രങ്ങളെ കീറി പുറമെ എന്തെങ്കിലും കാണിച്ചതുകൊണ്ടൊന്നും കാര്യമില്ല. നിങ്ങളുടെ ഹൃദയങ്ങളെ തന്നെ കീറി യഹോവയുടെ അടുക്കലേക്ക് തിരുവിൻ. അവൻ എങ്ങനെയുള്ള ദൈവമാണ്? തുടർന്നവിടെ പറയുന്നുണ്ട്, അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയും ഉള്ളവനല്ലോ. അവൻ അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കും. പ്രിയമുള്ളവരെ, നാം ദൈവത്തിങ്കലേക്ക് തിരിയേണ്ട ആവശ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉള്ള അനർത്ഥങ്ങളെക്കുറിച്ച്, നമ്മുടെ മാനസിക പ്രയാസങ്ങളെക്കുറിച്ച്, നമ്മുടെ രക്ഷയുടെ സന്തോഷമില്ലായ്മയെക്കുറിച്ച് ഒക്കെ നാം യഥാസ്ഥാനപ്പെടുമ്പോൾ നമുക്ക് വരുത്തുന്ന അനർത്ഥങ്ങളെക്കുറിച്ച് ദൈവം അത് അനുതപിക്കുമെന്നുള്ളതിന് സംശയമില്ല. അങ്ങനെ അനുതാപം ഉണ്ടായ പല സംഭവങ്ങൾ ഈ ബൈബിളിലുടനീളം കാണാനായിട്ട് കഴിയും. അതിനാൽ ഈ ന്യായവിധിയുടെ കഷ്ടതയുടെ പ്രധാനപ്പെട്ട കാരണക്കാരൻ നാം തന്നെയാണ്. മറ്റാരെയും പഴി പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. നമ്മുടെ അനുതാപത്തിൻ്റെയും ഏറ്റുപറച്ചിലിൻ്റെയും അടിസ്ഥാനത്തിൽ
ഇതിൽ നിന്നും വിടുതലുണ്ട്. ഈ ന്യായവിധി എന്ന് പറയുന്നത്, ഈ വിശ്വാസികളുടെ ഈ ഭൂമിയിൽ വെച്ചുള്ള ന്യായവിധി എന്ന് പറയുന്നത് നമ്മെ നശിപ്പിക്കാനല്ല, അത് നാം പ്രത്യേകം കുറിക്കൊള്ളണം. നമ്മെ താളടിയാക്കാനല്ല, നമ്മെ ശക്തീകരിക്കാനാണ് ഈ ന്യായവിധി. നമ്മെ നശിപ്പിച്ച് കളയുന്നതിനല്ല ദൈവമക്കളുടെ ജീവിതത്തിൽ പല കഷ്ടതകളും പ്രയാസങ്ങളും ഈ ന്യായവിധിയുടെ ഭാഗമായിട്ട് കൊണ്ടുവരുന്നത്. നമ്മെ രക്ഷിക്കാനാണ്, നമ്മെ പ്യുവറാക്കുന്നതിന് വേണ്ടി, നമ്മെ ശക്തീകരിക്കുന്നതിന് വേണ്ടിയാണ്. അതിനെക്കുറിച്ച് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ബാലശിക്ഷ കഴിക്കുകയായിരുന്നു. ദൈവഗ്രഹത്തിലെ ന്യായവിധി പലപ്പോഴും പാപത്തിനുള്ള ബാലശിക്ഷയാണ്. ഇത് വ്യക്തിപരമാണ്. 1 കൊരിന്ത്യർ 11:31 നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. എന്തുകൊണ്ട് ദൈവം ന്യായം വിധിക്കുന്നു? നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. ഇഫ് വി ജഡ്ജ്ഡ് ourselves rightly, we would not be judged. We would not be judged. This judgment is for purification. നമ്മുടെ നവീകരണത്തിന്, നമ്മെ ഒന്ന് നവീകരിക്കപ്പെടുന്നതിന്, പ്യൂരിഫൈ ചെയ്യുന്നതിന്, ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ന്യായവിധി, ദൈവഗ്രഹത്തിലെ ന്യായവിധി. അത് നമ്മെ നശിപ്പിക്കാനല്ല. ഇതൊരു ബാലശിക്ഷയാണ്. അത് നാം തിരിച്ചറിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് തിരിയുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മെ അനുഗ്രഹിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമുക്ക് നമ്മെ തന്നെ ശിക്ഷിക്കാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ടാണ് ദൈവം ന്യായം വിധിക്കുന്നത്. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. ദൈവം ഇതിൽ ഇടപെടുന്നതിന് പ്രധാനപ്പെട്ട കാരണം നമുക്ക് നമ്മെ തന്നെ വിധിക്കുവാനായിട്ട് കഴിയുകയില്ല. എന്നാൽ തന്നെത്താൻ ശോധന ചെയ്ത് ശരിയാക്കുവാനും ന്യായവിധിയിൽ നിന്ന് വിടുതൽ നേടുവാനും നമുക്ക് കഴിയും. തന്നെത്താൻ ശോധന ചെയ്യുമ്പോൾ, നമ്മുടെ കുറവുകൾ ബോധ്യപ്പെടുമ്പോൾ ഉടൻ തന്നെ നാം അത് പരിഹരിച്ച് നേരായ പന്ഥാവിലേക്ക് വന്നാൽ ന്യായവിധിയിൽ നിന്നുള്ള വിടുതൽ നമുക്ക് ലഭിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. കർത്താവ് ക്ഷമയുള്ളവനാണ്, ക്ഷമിക്കുന്നവനാണ്. എന്നാൽ ന്യായവിധികളെ ക്കുള്ള പരമാധികാരം എന്ന് പറയുന്നത് ദൈവത്തിനാണ്. അത് മനുഷ്യർക്കില്ല. ഇന്ന് പലരും ഈ കുറ്റത്തിലൂടെ പലരും കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉള്ളവരാണല്ലോ. അവരെ ദൈവം ന്യായം വിധിക്കും എന്നുള്ളതിന് സംശയമില്ല. എന്നാൽ ഇന്ന് മനുഷ്യർ അവരുടെ കുറ്റങ്ങൾ പറഞ്ഞ് പരത്തുകയും അവരെ എങ്ങനെ ന്യായവിസ്താരം നടത്താമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരോട് നമുക്ക് പറയുവാനായിട്ടുള്ളത്, നമ്മെ തന്നെ വിധിപ്പാനായിട്ടുള്ള അധികാരം നമുക്കില്ല. നീ സഹോദരനെ വിധിക്കുന്നത് എന്ത്? നമ്മൾ ആരെയും വിധിക്കണ്ട. ദൈവത്തിനാണ് ഈ ന്യായവിധിക്കുള്ള എല്ലാ അധികാരവും. അതുകൊണ്ട് ദൈവത്തിങ്കൽ ഫലമേൽപ്പിക്കുക മാത്രമേ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ. 2 കൊരിന്ത്യർ 7:1 ഇങ്ങനെ ഒരു വാക്യമുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്താൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുവിൻ. ദൈവഭയം ഏറ്റവും അത്യാവശ്യം ദൈവജനത്തിനുണ്ടായിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവഭയം. ഇസ്രായേൽ ജനത്തിന് ഈ ദൈവഭയം ഉണ്ടാകുന്നതിന് വേണ്ടി ആ സീനായ് മലയിൽ ഇടിയോടും പുകയോടും ഭൂകമ്പത്തോടും മിന്നലോടും കൂടിയാണ് ദൈവം ഇറങ്ങി വന്നത്. ഇരുളിൽ വസിക്കുന്ന ദൈവം എന്ന് പറയപ്പെടുമ്പോൾ തന്നെ അവിടെ സീനായ് മലയിൽ ദൈവം ഇറങ്ങി വന്നത് ഭയങ്കര പ്രകമ്പനത്തോടു കൂടെയാണ്. എന്തിനു വേണ്ടി? ദൈവഭയം ഇസ്രായേൽ ജനത്തിൽ ഉണ്ടാകണം. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവഭയമുണ്ടോ? ദൈവഭയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ന്യായവിധിയിൽ നിന്ന് നമുക്ക് ഒഴിവുള്ളവരായി തീരുവാനായിട്ട് കഴിയും. ഈ ആത്മാവിലെയും ജഡത്തിലെയും കന്മഷങ്ങൾ നീക്കുക. ജഡത്തിൻ്റെയും ഉണ്ട് പാപങ്ങൾ, ആത്മാവിലും ഉണ്ട് പാപങ്ങൾ. അധാർമികതയും കള്ളത്തരവും കൊലപാതകവും ഒക്കെ ജഡത്തിലെ പാപങ്ങളാണ്. എന്നാൽ അതിലുപരി ആത്മാവിലുള്ള പാപങ്ങളും ഉണ്ട്. അസൂയ, പക, പിണക്കം, അഹങ്കാരം, ഇതൊക്കെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന പാപങ്ങളാണ്. അതിനൊക്കെ നമ്മൾ പരിഹാരം കണ്ടേ പറ്റുള്ളൂ. എന്നാൽ പാപബോധം ഉണ്ടായിട്ടും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാതെ തുടർന്നാൽ ദൈവം ബാലശിക്ഷയാകുന്ന ദൈവഗ്രഹത്തിലെ ന്യായവിധിയിലൂടെ നമ്മെ കടത്തിവിടും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഞാൻ നേരത്തെ ഉദ്ധരിച്ച വാക്യം അതാണ്. 1 കൊരിന്ത്യർ 11:32 വിധിക്കപ്പെടുന്നു എങ്കിലോ, ആരാ വിധിക്കപ്പെടുന്നത്? ദൈവമാണ്. ദൈവം വിധിക്കപ്പെടുന്നു എങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാവുന്നു. പ്രിയമുള്ളവരെ, ഈ ശിക്ഷ എന്ന് പറയുന്നത്, ന്യായവിധി എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? വിധിക്കപ്പെടുന്നു, നാം ഇന്ന് വിധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ അത് നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാണ്. അതുകൊണ്ട് നാം ദൈവത്തോട് വൈരാഗ്യമൊന്നും കാണിക്കേണ്ട കാര്യമില്ല. നാം നന്നാകുവാൻ, നാം ദൈവത്തിന് കൂടുതൽ പ്രയോജനമുള്ളതായി തീരുവാൻ
ഈ ന്യായവിധിക്ക് നാം വിധേയപ്പെടുകയും അതിലൂടെ നാം ശക്തീകരണം പ്രാപിച്ച് ദൈവത്തിനായിട്ട് കൂടുതൽ പ്രയോജനപ്പെടുകയും വേണം. എബ്രായർക്കെഴുതിയ ലേഖനം 12:6 നാം വായിക്കുന്നുണ്ടല്ലോ, എന്താ? കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു. ഇപ്രകാരമുള്ള ബാലശിക്ഷയാകാം ഈ ദൈവഗ്രഹത്തിലെ ന്യായവിധി എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവഗ്രഹത്തിൽ ന്യായവിധിയിലൂടെ നാശം നാം ശക്തരായിട്ട് തീരണം. നാശം സംഭവിക്കുക എന്നുള്ളതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നാം ശക്തരായി തീരണം. ഈ കഷ്ടത നമ്മെ നശിപ്പിക്കുന്നതിനല്ല, രക്ഷിക്കുന്നതിനുള്ള ഓർമ്മ നാം ഉണ്ടായി അതിനോട് നാം അനുകൂലപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് തിരികെ വരേണ്ടത് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, ഈ ന്യായവിധിയിലൂടെ കടന്നുപോയ ലോത്തിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. വലഞ്ഞുപോയ നീതിമാൻ എന്നറിയപ്പെടുന്ന ലോത്ത്. ആ ലോത്ത് ദുഷ്ടന്മാരോടുകൂടെ നശിക്കപ്പെടാതെ രക്ഷപ്പെട്ടു, അല്ലേ? രക്ഷപ്പെട്ടു. എന്നാൽ വളരെ പ്രയാസേനയാണ് രക്ഷപ്പെട്ടത്. എത്ര പ്രയാസപ്പെട്ട ആ വലിയ തീയിൽ അകപ്പെടാതെ ദൂതൻ വലിച്ചു കൊണ്ട് പുറത്തേക്ക് ഇട്ടത്. ഈ രക്ഷയിലൂടെ ആ ലോത്തിനൊരു രക്ഷ ഉണ്ടായെങ്കിലും ആ രക്ഷ കൊണ്ട് വലിയ നേട്ടമൊന്നും അവിടെ സംഭവിച്ചില്ല, അല്ലേ? അവൻ്റെ ഭാര്യ നഷ്ടപ്പെട്ടു, അവൻ്റെ മക്കളെ കല്യാണം കഴിക്കാനിരുന്ന 2 മരുമക്കളും അവർ പോയി. പിന്നെ അവർക്ക് അവിടെ ഉണ്ടായിരുന്നു എന്ത് തേടിയാണോ പോയത്, ആ നേടിയതെല്ലാം പോയി. ഞാൻ വിചാരിക്കുകയാണ്, ഉടുത്തിരുന്ന വസ്ത്രവും ഒക്കെ അല്ലാതെ വേറെ ഒന്നും തനിക്ക് അവിടെ നിന്ന് കൊണ്ടുവരുവാനായിട്ട് കഴിഞ്ഞില്ല. എന്ത് തേടിയാണോ അവൻ സോദോം ഗൊമോറയിലേക്ക് പോയത്, അതെല്ലാം അതിലപ്പുറവും നഷ്ടപ്പെട്ടു. അതാണ് അവിടെ ലോത്തിന് സംഭവിച്ചത്. പ്രിയമുള്ളവരെ, നിരവധി കഷ്ടങ്ങൾ, അവിടെ കഷ്ടങ്ങളും നഷ്ടങ്ങളും ഉണ്ടായ ലോത്ത് രക്ഷപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. പക്ഷെ വളരെയധികം നഷ്ടങ്ങളുണ്ട്. അതുപോലെ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി സ്വർഗരാജ്യത്തിൽ നമ്മൾ പ്രവേശിക്കും, അത് വളരെ വളരെ പ്രയാസേന എന്നുള്ള രീതിയിൽ ആയിപ്പോകും. അതുകൊണ്ട് നാം ദൈവഭക്തി ഉള്ളവരായി തീരേണ്ടത് ആവശ്യമാണ്. കൂടാതെ ദൈവനാമം നിമിത്തമുള്ള കഷ്ടങ്ങളുണ്ട്, അത് നാം മറന്നു പോകരുത്. ഇത് പറയുമ്പോൾ ഈ കഷ്ടത, ഈ ന്യായവിധി എന്ന് പറയുന്നത് നമ്മുടെ സ്വമേധയാ നാം വരുത്തി വയ്ക്കുന്ന പാപത്തിനുള്ള ന്യായവിധിയാണ്. എന്നാൽ ദൈവനാമ നിമിത്തമുള്ള കഷ്ടതകളുണ്ട്. അത് ദൈവം ന്യായം വിധിക്കുന്നില്ല, അതിന് പ്രതിഫലങ്ങളാണുള്ളത്. ദൈവനാമ നിമിത്തമുള്ള ന്യായവിധികൾ. ലൂക്കോസ് 13:24 പറയുന്നുണ്ട്, ഇടുക്കുവാതിലൂടെ അകത്ത് കടക്കുവാൻ പോരാട്ടം. ആ കഷ്ടതകളും മാത്രമല്ല, നമ്മുടെ ഈ പാപത്തെ വിട്ടൊഴിഞ്ഞുള്ള ക്രിസ്തീയ ജീവിതവും ഒരു പോരാട്ടമാണ്. ഇടുക്കുവാതിലൂടെ കടക്കുവാൻ പോരാടുവിൻ. അപ്പോസ്തല പ്രവൃത്തി 14:28 ഇങ്ങനെ വായിക്കുന്നുണ്ട്, നാം അനേകം കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യം അവകാശമാക്കേണ്ടവരാണ് എന്ന് നമ്മെ പ്രബോധിപ്പിക്കുന്നു. കഷ്ടം സഹിക്കുന്നത് കൊണ്ടല്ല ദൈവരാജ്യം നാം സ്വായത്തമാക്കുന്നത്. ക്രിസ്തു നിമിത്തമുള്ള കഷ്ടങ്ങളാണ് അതിന് കാരണം. എന്നാൽ ക്രിസ്തു നിമിത്തമുള്ള കഷ്ടങ്ങൾക്ക് പ്രതിഫലമുണ്ട്. നാം കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നത് കൊണ്ടല്ല ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. ക്രിസ്തു നിമിത്തമുള്ള കഷ്ടങ്ങൾക്ക് പ്രതിഫലമുണ്ട്. പ്രിയമുള്ളവരെ, ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. നാം ശോധന ചെയ്യേണ്ടത് ഏറ്റവും അത്യാവശ്യം. നമുക്ക് ഈ ഭൂമിയിൽ ഇത്രയും കഷ്ടങ്ങളുണ്ട്, എന്നാൽ അവസാനം നമുക്കൊരു രക്ഷ ദൈവം ഒരുക്കിയിരിക്കുന്നു. അത് സത്യം തന്നെയാണ്. അടുത്ത് അവിടെ പറയുന്ന മറ്റൊരു ന്യായവിധിയാണ് സുവിശേഷം അനുസരിക്കാത്തവരുടെ ന്യായവിധി. അതിന് അവസാനമില്ല. ഈ ഭൂമിയിലും അവർക്ക് പല കഷ്ടതകളുണ്ട്. അത് കഴിഞ്ഞാലും, ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാലും അവർ പിന്നെയും പോകുന്ന എവിടേക്കാ? നരകയാതനയിലേക്ക്, പാതാള വേദനയിലേക്കാണ്. സുവിശേഷം അനുസരിച്ചവർക്ക് കഷ്ടം, ന്യായവിധി എന്നിവ ഉണ്ടെങ്കിൽ സുവിശേഷം അനുസരിക്കാത്തവരുടെ ന്യായവിധി എന്ന് പറയുന്നത് അതികഠിനമാണ്, അതിതീവ്രതയുള്ളതാണ്. അതുകൊണ്ടാണ് അവിടെ എടുത്തു പറയുന്ന ഒരു പ്രത്യേക പദപ്രയോഗം ഉണ്ടല്ലോ, അവരുടെ ഗതി എന്താകും? ദൈവസഭയ്ക്ക് ന്യായവിധിയും ഇത്തരത്തിലുള്ള കഷ്ടതകളും ഈ ഭൂമിയിൽ ഉണ്ട് എങ്കിൽ സുവിശേഷം അനുസരിക്കാത്തവരുടെ ന്യായവിധി എന്ന് പറയുന്നത്, അവരുടെ ഗതി എന്താകും? അതിന് പത്രോസ് എങ്ങനെ അത് പറഞ്ഞു എന്നുള്ളത്, ആ ന്യായവിധിയുടെ, അവർക്ക് വരുവാനുള്ള ന്യായവിധിയുടെ അതികഠിനത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ആ പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അവരുടെ ഗതി എന്ന്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സുവിശേഷം ഇതുവരെയും അനുസരിക്കാതെ നിങ്ങൾ വിചാരിക്കും, നോക്കും
എനിക്കും കഷ്ടതയുണ്ട്, അവിടെയും കഷ്ടതയുണ്ട്, ദൈവമക്കൾ എന്ന് പറയുന്നവർക്കും കഷ്ടതയുണ്ട്, എനിക്കും. പിന്നെ എന്താ? അങ്ങനെ ചിന്തിക്കരുത്. ദൈവമക്കൾക്ക് ഇവിടെ കഷ്ടതയുണ്ട്. അത് നമ്മുടെ ശക്തീകരണത്തിനുള്ള കഷ്ടതയാണ്. ഈ കഷ്ടതയൊക്കെ മാറും. നാം രക്ഷയെങ്കിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കും. എന്നാൽ സുവിശേഷം അനുസരിക്കാത്ത പ്രിയപ്പെട്ടവനെ, നിങ്ങൾ ഇവിടെ വെച്ച് പല കഷ്ടതകളും നിങ്ങൾക്കുണ്ടാകും. എന്നാൽ അത് തുടർന്ന് നിങ്ങൾ തള്ളപ്പെടുന്നത് ഭയാനകമായ ഒരു ന്യായവിധിയിലേക്കാണ്. അതുകൊണ്ടാണ് അവിടെ പറയുന്നത്, സുവിശേഷം അനുസരിക്കാത്തവരുടെ ന്യായവിധി എന്ന് പറയുന്നത് അത് ഏറ്റവും ഭയാനകമാണ്. അത് നരകമാകുന്ന ശിക്ഷാവിധി. അതിൻ്റെ തീവ്രത അതികഠിനമാണ്. നമുക്കത് വളരെയധികം ഒന്നും മനസ്സിലാക്കുവാനായിട്ട് കഴിയില്ല. അതിൻ്റെ തീവ്രത വളരെ കഠിനമാണ്. ഈ ലോത്ത് രക്ഷപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നാൽ ഈ ലോത്ത് തീച്ചൂളയിൽ നിന്നും രക്ഷപ്പെട്ടു, അല്ലേ? ആ തീയും ഗന്ധവും ഒക്കെ ആകാശത്ത് നിന്ന് ഇറങ്ങിയപ്പോൾ അതിൽ പെടാതെ ലോത്ത് രക്ഷപ്പെട്ടു. എന്നാൽ ആ സോദോം ഗോമോറയിലുള്ള ജനങ്ങളോ ആ തീക്ക് ഇരയായി. അതുകൊണ്ട് അവരുടെ കഷ്ടത തീർന്നോ? ഇല്ല. അവർ ആ തീച്ചൂളയിലൂടെ കഷ്ടപ്പെട്ട് മരണത്തിന് വിധേയരായി വീണ്ടും ഒരു തീച്ചൂളയിലേക്ക് പോവുകയാണ്, വീണ്ടും ഒരു കഷ്ടതയിലേക്ക് പോവുകയാണ്. അതാണ് സുവിശേഷം അനുസരിക്കാത്തവരുടെ ന്യായവിധി. അത് ഭയങ്കരമാണ്. അവരുടെ ആത്മാക്കൾ അനുഭവിക്കുന്ന പാതാള വേദന, തുടർന്നുള്ള നരകവേദന, അത് അതികഠിനമാണ്. മറ്റൊരു ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട്. നോഹയുടെ കാലഘട്ടത്തിൽ നോഹയും കുടുംബവും രക്ഷപ്പെട്ടു, അല്ലേ? വളരെ സുഖേനയാണോ രക്ഷപ്പെട്ടത്? നോഹ എന്തുമാത്രം കഷ്ടം അനുഭവിച്ചു എന്നറിയാമോ? എന്തുമാത്രം നിന്ന സഹിച്ചു എന്നറിയാമോ? മറ്റുള്ളവരുടെ പഴിയും ദുഷിയും നിന്നയും പിന്നെ ആ പെട്ടകം ഉണ്ടാക്കുന്നതിനുള്ള കഷ്ടപ്പാടുകൾ എന്തുമാത്രമായിരുന്നു. അതോടൊപ്പം ഈ ന്യായവിധിയെക്കുറിച്ച് ലോകത്തിൽ വിളിച്ചു പറയുന്ന ആ മഹാഭയങ്കരമായ പത്രോസ് ഈ ലേഖനത്തിൽ വളരെയധികം വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഈ നോഹ ഇത്തരം കഷ്ടങ്ങളിലൂടെ ആ പെട്ടകത്തിൽ ഏതാണ്ട് 172 ദിവസം കഴിച്ചു കൂട്ടിയത് വളരെയധികം പ്രയാസത്തോടു കൂടെ ആയിരിക്കും. എന്നാൽ അവസാനം ഒരു മഴവില്ല് കണ്ടു. അതാണ് ദൈവമക്കളുടെ രക്ഷ എന്ന് പറയുന്നത്. എന്നാൽ മറ്റുള്ള ജനമോ, ആ കാലഘട്ടത്തിലുള്ള മറ്റുള്ള ജനമോ, അവർ തീച്ചുളയിലൂടെയല്ല, അവർ വെള്ളത്തിൽ മുങ്ങി ശ്വാസം കിട്ടാതെ എത്ര കഷ്ടപ്പെട്ടാണ് ആ ജലപ്രളയത്തിലൂടെ നശിച്ചത്. എന്നാൽ ആ ജലപ്രളയത്തിൽ നിന്ന് നശിച്ച അവർ നേരെ കടന്നു വീഴുന്നത് തീച്ചുളയിലേക്കാണ്, പാതാളവേദനയിലേക്കാണ്. ഇതാണ് സുവിശേഷം അനുസരിക്കാത്തവരുടെ ന്യായവിധി. നോഹ രക്ഷപ്പെട്ടു, ലോത്ത് രക്ഷപ്പെട്ടു. അവർക്ക് ഈ ലോകത്തിൽ കുറെ കഷ്ടങ്ങളും നഷ്ടങ്ങളും ഒക്കെ ഉണ്ടായെങ്കിലും എന്നാൽ അവർക്കൊരു പ്രത്യാശയുടെ തുറമുഖത്തേക്ക് അവരെ ചേർക്കപ്പെട്ടു. നോഹ ഒരു വലിയ പ്രതീക്ഷയോടുകൂടെ ആ മഴവില്ല് ദർശിച്ചുകൊണ്ട് ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കപ്പെട്ടു. എന്നാൽ എന്നെ കേൾക്കുന്ന സുവിശേഷം അനുസരിക്കാത്ത, ഇതുവരെയും നിങ്ങളുടെ ഹൃദയം ദൈവത്തിനായിട്ട് കൊടുത്തിട്ടില്ല എങ്കിൽ, നിങ്ങൾ പള്ളിയിൽ പോകുന്നവരായിരിക്കാം, എല്ലാ സൂം മീറ്റിങ്ങിലും അറ്റൻഡ് ചെയ്യുന്നവരായിരിക്കാം, ബൈബിൾ വായിക്കുന്നവരായിരിക്കാം, കുടുംബ പ്രാർത്ഥനയിൽ ഇരിക്കുന്നവരായിരിക്കാം. എന്നാൽ നിങ്ങളുടെ ഹൃദയം യഥാർത്ഥമായി ക്രിസ്തുയേശുവിന് സമർപ്പിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ, കാൽവരി ക്രൂശിലെ ആ ന്യായവിധി നിങ്ങൾക്ക് വേണ്ടിയാണെന്നറിഞ്ഞ്, നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിനാണെന്നറിഞ്ഞ് അതിന് വിധേയപ്പെട്ട് നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ സുവിശേഷം അനുസരിച്ചിട്ടില്ല. അവർക്കുള്ള ന്യായവിധി, അവരുടെ ഗതി എന്താകും? പത്രോസിന് വേറെ ഒന്നും പറയാനില്ല. നിങ്ങളുടെ ഗതി എന്താണ്? നമ്മളുടെ കഷ്ടതകൾ കണ്ടുകൊണ്ട്, വിശ്വാസികളുടെ കഷ്ടതകൾ കണ്ടുകൊണ്ട് നിങ്ങൾ ഈ രക്ഷകനെ തിരസ്കരിക്കുന്നുവെങ്കിൽ, വിശ്വാസികൾക്ക് കഷ്ടതയുണ്ട്, ആ കഷ്ടതയ്ക്ക് കാരണങ്ങളുണ്ട്, അതിൽ നിന്നൊക്കെ ദൈവം വിടുവിക്കും. എന്നാൽ നിങ്ങൾക്ക് ഈ കഷ്ടതയിലൂടെ നിങ്ങൾ അതികഠിനമായ ഒന്നിലേക്കാണ് കടന്നു പോകുന്നത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള, കർത്താവായ യേശു ക്രിസ്തുവിനെ സുവിശേഷീകരിക്കുന്ന നിമിത്തം കഷ്ടം, പാപം ചെയ്യുന്നത് നിമിത്തം കഷ്ടം, ഇങ്ങനെ പല കഷ്ടങ്ങളുണ്ട്. എന്നാൽ പാട്ടുകാരെങ്ങനെ പാടുന്നുണ്ട്, ആദിയിങ്കൽ കൈപ്പാകിലും അന്ത്യമോ മധുരമത്രേ. ആദിയിങ്കൽ കൈപ്പ. ഇവിടെ കഷ്ടമുണ്ട് മക്കളെ, ഇവിടെ പ്രയാസമുണ്ട്, ഇവിടെ സാമ്പത്തിക ക്ലേശമുണ്ട്, ജോലിയില്ലായ്മയുണ്ട്, പല കാര്യങ്ങൾക്കും നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ എല്ലാ ബുദ്ധിമുട്ടും നമുക്ക് തീർത്തു തരുന്ന ഒരു സമയം, അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ സുവിശേഷം അനുസരിക്കാത്തവർ വളരെയധികം പ്രയാസത്തിലൂടെ ഈ കഷ്ടതയിൽ നിന്നും നിങ്ങൾ മറ്റൊരു കഷ്ടതകളിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. എൻ്റെ അവസാന ഭാഗത്തേക്ക് ഞാൻ കടന്നു വരട്ടെ. ദൈവേഷ്ടപ്രകാരം
ഉള്ള കഷ്ടത അത് ശക്തീകരണത്തിന് വേണ്ടിയാണ്. 4:19. അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ ഫലമേൽപ്പിക്കട്ടെ. ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിച്ചാൽ അതിന് ന്യായവിധിയില്ല, അതിന് പ്രതിഫലമാണുള്ളത്. ദൈവേഷ്ടപ്രകാരം അല്ലാത്ത കഷ്ടത എന്ന് പറയുന്നത് തിന്മ ചെയ്തിട്ടുണ്ടാകുന്ന കഷ്ടത, ദൈവഹിതപ്രകാരമല്ലാത്ത ജീവിതത്തിനുള്ള കഷ്ടത. അതിന് ന്യായവിധി ഭൂമിയിൽ വെച്ച് തന്നെ ലഭിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ ഫലമേൽപ്പിക്കട്ടെ. ന്യായവിധിയാകുന്ന കഷ്ടങ്ങൾ നമുക്കുണ്ടാകരുത്, ഒരിക്കലും ഉണ്ടാകരുത്. ന്യായവിധിയാകുന്ന, ദൈവഗ്രഹത്തിലെ ന്യായവിധിയാകുന്ന കഷ്ടതകൾ എനിക്കോ നിങ്ങൾക്കോ ഒരിക്കലും ഉണ്ടാകുവാനായിട്ട് പാടില്ല. എന്നാൽ നന്മ ചെയ്തുകൊണ്ട് അന്യായമായിട്ടുള്ള കഷ്ടത, ഒരു കുറ്റം ചെയ്യാത്തതിന് നമ്മളെ വിധിക്കപ്പെടുന്നുവെങ്കിൽ അത് അന്യായമായ കഷ്ടതയാണ്. മാനസികമായ വേദന ഭയങ്കരമാണ്. അങ്ങനെയുള്ള കഷ്ടതയാണ് നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണ്ട, സന്തോഷിച്ചാൽ മതി. സ്തോത്രം കർത്താവേ, നീ സകലവും അറിയുന്നു, നീ സകലവും അറിയുന്നു, സ്തോത്രം, ഹല്ലേലൂയ പറഞ്ഞാൽ മാത്രം മതി. ബാക്കി കാര്യങ്ങളൊക്കെ ദൈവം നോക്കിക്കോ. അതാണ് നാം പ്രത്യേകമായിട്ട് മനസ്സിലാക്കി. ന്യായമാകുന്ന കഷ്ടങ്ങൾ നമുക്ക് ഉണ്ടാകുവാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ശരിക്കും തിന്മ ചെയ്തുകൊണ്ടുള്ള കഷ്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുതോ. എന്നാൽ നന്മ ചെയ്തതുകൊണ്ട് എന്തെങ്കിലും കഷ്ടം സഹിക്കുന്നുവെങ്കിൽ സ്തോത്രം പറയണം, സ്തോത്രം പറയണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം, അത് പറയുവാനായിട്ട് ഇടയാകണം. അന്യായമായ കാര്യങ്ങൾ നിമിത്തം കഷ്ടം സഹിക്കുന്നത് അത് ദൈവേഷ്ടപ്രകാരമുള്ള കഷ്ടത എന്ന് പറഞ്ഞാൽ തിന്മ ചെയ്തുകൊണ്ടുള്ള കഷ്ടത, ദൈവേഷ്ടപ്രകാരമുള്ള കഷ്ടതകളല്ല. അത് അന്യായത്തിന് വേണ്ടിയാണ് ഞാൻ കഷ്ടം അനുഭവിക്കുന്നത്. നേരായ കാര്യത്തിന് അല്ലാത്ത ഒരു ഇതിനു വേണ്ടി കഷ്ടം അനുഭവിക്കുന്നത് ദൈവഹിത പ്രകാരം ഉള്ള കഷ്ടതയാണ്. അതിൽ നമ്മൾ പരിതപിക്കേണ്ട കാര്യമില്ല. എല്ലാം ദൈവത്തിങ്കൽ ഫലമേൽപ്പിച്ചുകൊണ്ട് നാം ജീവിക്കുക മാത്രമാണ് ചെയ്തത്. ഇതിനോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കട്ടെ. സ്തേഫാനോസിനുണ്ടായ കഷ്ടത അല്ലേ, ദൈവം കണ്ടില്ല ആ കഷ്ടത. യോഹന്നാൻ സാർ എപ്പോഴും പ്രസംഗിക്കുമ്പോഴും പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്തേഫാനോസിൻ്റെ കഷ്ടതയിൽ ദൈവം, സ്വർഗത്തിൽ ഇരിക്കുന്നവനായ ദൈവം എഴുന്നേറ്റ് നിന്നു. ദൈവം കണ്ടു, ആ കഷ്ടത കണ്ടു. അപ്പോസ്തലപ്രവൃത്തി 7-59 വാക്യത്തിൽ സ്തേഫാനോസിൻ്റെ ആ പ്രസംഗം ഭയങ്കര പ്രസംഗമാണ്. ആ പ്രസംഗം കേട്ട ജനം എല്ലാവരും കൂടെ ചെവി പൊത്തി, അയ്യോ ഇത് ഞങ്ങൾക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ചെവി പൊത്തിക്കൊണ്ട് അവൻ്റെ നേരെ കോപപരവശരായി അവനെ പിടിച്ച് തള്ളി നഗരത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി. നോക്കിയോളണേ, ഈ സ്തേഫാനോസ് സുവിശേഷം പ്രസംഗിച്ചതുകൊണ്ട് അവനുണ്ടായ കഷ്ടത. അവൻ്റെ നേരെ ചെവി പൊത്തിക്കൊണ്ട് പല്ലും കടിച്ചും കൊണ്ട് അവനെ തള്ളി പാളയത്തിന് പുറത്തേക്ക്, നഗരത്തിന് പുറത്തേക്ക് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു? കല്ലെറിഞ്ഞു. കഷ്ടത എന്തുമാത്രമാണ്. സ്തേഫാനോസ് എന്താ അവിടെ ചെയ്തത്? സ്തേഫാനോസ് എന്താ ചെയ്തത്? ദൈവമേ, ഈ കഷ്ടതയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, അങ്ങ് നിമിത്തം എനിക്ക് കഷ്ടത ഭവിപ്പാൻ ഇടയാൽ, അങ്ങനെ പുലമ്പുകയാണ് ചെയ്തത്. സ്തേഫാനോസ് ചെയ്ത ആ കഷ്ടത, ആ കാര്യമെന്ന് പറയുന്നത് എന്താണ് അവിടെ ചെയ്യുന്നത്? കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. അതാണ് ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ ദൈവത്തിങ്കൽ ഫലമേൽപ്പിക്കുന്നു. തങ്ങളുടെ പ്രാണനെ ദൈവത്തിങ്കൽ ഫലമേൽപ്പിക്കുന്നു. അതാണ് കർത്താവായ യേശു ക്രിസ്തുവേ, കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. ആ കല്ലറിയുടെ മധ്യേ അതാണ് നിലവിളിച്ചത്. എൻ്റെ പ്രാണൻ അങ്ങയുടെ കയ്യിലാണ്, എന്നെ രക്ഷിക്കണമെന്നല്ല വിളിച്ചത്. മാത്രമല്ല കല്ലെറിഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇല്ലേ, ഇവർ ചെയ്യുന്നത് മുട്ടുകുത്തി, അവിടെ അങ്ങനെയാണ് വായിക്കുന്നത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മുട്ടുകുത്തി എന്നാണ് വായിക്കുന്നത്. മുട്ടുകുത്തി, കർത്താവേ ഇവർക്ക് ഈ പാപം നിർത്തരുതേ, ഇവർക്ക് ഈ പാപം നിർത്തരുതേ. ഇതാണ് കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നവരുടെ മനോഭാവവും. എന്തുകൊണ്ട് ഈ സ്തേഫാനോസിന് ഇത്തരത്തിലുള്ള ഒരു മനോഭാവം ഉണ്ടായി? 7:55-56 വാക്യങ്ങളിൽ അവിടെ നാം വായിക്കുന്നുണ്ട്. ആ കഷ്ടത വന്നപ്പോൾ സ്തേഫാനോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി തീർന്നു.
പ്രിയമുള്ളവരെ, കഷ്ടതകളിലൂടെ ദൈവത്തിനു വേണ്ടി കഷ്ടമനുഭവിക്കുമ്പോൾ, നിന്ന വഹിക്കുമ്പോൾ, നാം പഴി കേൾക്കുമ്പോൾ, നാം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായി തീരണം. എന്നിട്ട് അവൻ ആ കല്ലെറിയുന്നവരല്ല നോക്കിയത്, അവന്റെ നോട്ടം നേരെ സ്വർഗത്തിലേക്കാണ്. അവൻ സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ എന്താ കണ്ടത്? സ്വർഗം തുറന്നിരിക്കുന്നത് കണ്ടു. കഷ്ടതകളിൽ സ്വർഗം തുറക്കുന്നു. ഒരു ദൈവത്തിനായി കഷ്ടമനുഭവിക്കുമ്പോൾ ആ കഷ്ടതയുടെ മുഖത്ത് അടച്ചുകൂട്ടി ഇരിക്കുന്ന ദൈവമല്ല. ആ കഷ്ടതയുടെ മധ്യേ സ്വർഗം തുറന്നു കൊടുക്കുക. മകനെ, ഇതാ കണ്ടോ? അവിടെ എന്താണ് കണ്ടത്? മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നതും കണ്ടു. ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിലെ കഷ്ടതയും കല്ലുകളും ഒക്കെ എവിടെ ചെന്ന് കൊള്ളാനാ? പ്രിയമുള്ളവരെ, ഈ കഷ്ടത എന്ന് പറയുന്നത് ദൈവനാമ നിമിത്തമുള്ള കഷ്ടത. ഈ കഷ്ടതയിൽ ഇത്തരത്തിലുള്ള ഒരു ശക്തീകരണം നമുക്ക് ലഭിക്കും. എങ്ങനെയാണെങ്കിൽ ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നുണ്ട്. കർത്താവിന്റെ നാമനിമിത്തം ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിച്ചു മരിക്കുന്ന ഓരോ വ്യക്തിയുടെയും അനുഭവം ഇത് തന്നെയാണ്. എത്രയോ പേർ അങ്ങനെ സഹിച്ചിട്ടുണ്ട്. അവിടെ എല്ലാ അനുഭവവും ഇത് തന്നെയാണ്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്ന് ഇതിന്റെ സമാപ്തിയിലേക്ക് വരുമ്പോൾ 1 പത്രോസ് 5:10 വായിക്കുന്നുണ്ട്. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ഈ വിശ്വാസം നമുക്കുണ്ടായിരിക്കും. പത്രോസ് തന്റെ ലേഖനം 5-ാം അധ്യായവും കഷ്ടതയെക്കുറിച്ച് പറഞ്ഞു തന്നെയാണ് അവസാനിപ്പിക്കുന്നത്. അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി. ഇത് ലഘുവായ കഷ്ടമാണ്. ഇനി നിത്യ തേജസ്സാണ് നമുക്ക് ഉള്ളത്. അതിനായിട്ട് സർവകൃപാലുവായ ദൈവം നമ്മെ യഥാസ്ഥാനപ്പെടുത്തും. തിന്മ ചെയ്തിട്ട് കഷ്ടം അനുഭവിക്കുന്നെങ്കിൽ ദൈവസന്നിധിയിൽ അണഞ്ഞാൽ നമ്മെ യഥാസ്ഥാനപ്പെടുത്തും, നമ്മെ ഉറപ്പിക്കും, നമ്മെ ശക്തീകരിക്കും. വിവിധ കഷ്ടങ്ങളെക്കുറിച്ച് പറഞ്ഞു വന്നിട്ട് അതിൻ്റെ ആകെ തുകയാണ് ഇവിടെ പറയുന്നത്. ഏത് തരത്തിലുള്ള കഷ്ടതകളായാലും നാം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചാൽ 5:1 അവിടെ കർത്താവ് അനുഭവിച്ച കഷ്ടങ്ങൾക്ക് സാക്ഷിയായി തീർന്ന പത്രോസ് വിശ്വാസികളുടെ കഷ്ടതയെ നിസ്സാരമായിട്ട് കാണുകയല്ല. നിങ്ങൾ കഷ്ടമുണ്ട്, കഷ്ടതയിൽ പാടണം, അഷ്ടമതയിൽ കൊണ്ടാടണം, കഷ്ടതയിൽ സന്തോഷിക്കണം. ഇതാണ് ഈ പത്രോസിന്റെ ലേഖനത്തിന്റെ. അതിൽ ഈ വിശ്വാസികളുടെ ഒരു പ്രത്യേകതരം കഷ്ടതയെക്കുറിച്ചാണ് നാം ഇന്ന് ചിന്തിച്ചത്. പ്രിയമുള്ളവരെ, ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ എന്ന് പറഞ്ഞാൽ ഇതാ വരുന്നു എന്നല്ല. ഈ കൃപായുഗത്തിൽ ഈ ലേഖനം എഴുതുന്നത് ഏതാണ്ട് AD 64-65 എന്ന് പറഞ്ഞാൽ 1-ാം നൂറ്റാണ്ടിൻ്റെ ആ മധ്യഭാഗത്താണ്. അങ്ങനെയാണെങ്കിൽ പത്രോസ് ആ കാലഘട്ടത്തിലെ പറയുകയാണ്, ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. നമ്മുടെ ഈ കാലഘട്ടത്തിലും ഇതാ സമയമായിരിക്കുകയാണ്. അതിന് നമ്മൾ വഴിപ്പെടാതെ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ പ്രവൃത്തിയിലേക്ക് ദൈവത്തിൻ്റെലേക്ക് നമുക്ക് മടങ്ങി വരുവാൻ തക്കവണ്ണം ഇടയാകണം. 5-ാം അധ്യായം 9-ാം വാക്യത്തിൽ സഹോദരവർഗത്തിന് വർദ്ധിച്ചു വരുന്ന കഷ്ടം, അത് പൂർത്തിയായി വരുന്ന ആ കഷ്ടം സഫലമാകുന്ന, അക്കംപ്ലിഷ്ഡ് ആകുന്ന ആ ഒരു നാള് നമുക്കുണ്ട്. സാത്താനാൽ ഉണ്ടാകുന്ന കഷ്ടം, അതൊക്കെ നമ്മൾ വിശ്വാസത്തിന്റെ സ്ഥിരത ഉളവാകുവാനായിട്ട് ഇടയാകണം. സാത്താനോട് എതിർത്ത് നിൽക്കുവാൻ പ്രാപ്തരാകണം. അല്പകാലത്തേക്കാണ് ഉള്ളതാണെന്ന് മനസ്സിലാക്കണം. കഷ്ടതയിലും ദൈവം പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കണം. നാം നശിക്കുന്നതിനല്ല ഈ ദൈവഗ്രഹത്തിലെ ന്യായവിധി എന്നുള്ളത് നാം പ്രത്യേകം മനസ്സിലാക്കണം. നമ്മെ നല്ലതാക്കി കൊണ്ടുവരുന്നതിനാണ്. അതിനായിട്ട് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഫലമേൽപ്പിക്കാം. ദൈവസന്നിധിയിൽ നമ്മെ ഒന്നുകൂടെ സമർപ്പിക്കാം. ഈ മഹാകഷ്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. നമ്മൾ മാത്രമല്ല, ലോകം, രാജ്യവും ഒക്കെ കടന്നു പോവുക. നമുക്കുള്ള പങ്ക് എന്താണ്? നമ്മെ തന്നെ ഒന്നുകൂടെ ശോധന ചെയ്യും. ദൈവമേ, ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിക്കാൻ സമയമായി. അത് നമ്മിൽ തുടങ്ങിയ നാം ഓരോരുത്തരും ചിന്തിക്കുക, ഇത് എന്നിൽ തുടങ്ങിയോ? ഈ ന്യായവിധി എന്നിൽ തുടങ്ങിയിട്ടുണ്ടോ? പത്രോസ് പറയാൻ നമ്മിൽ എന്ന് പറഞ്ഞാൽ പത്രോസിനെ കൂടെ ചേർത്ത് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ദൈവമേ, ഈ ന്യായവിധി എന്നിലേക്ക് വന്നോ? ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഇതിൽ നിന്ന് രക്ഷ തേടാം, ശക്തീകരണം പ്രാപിക്കാം. ദൈവത്തിനായിട്ട് കഷ്ടം സഹിപ്പാൻ നമുക്ക് ഒരുങ്ങിയിരിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.